മുസ്ലിംസ് കല്യാണം പോലെ അല്ല ഹിന്ദുസ് കല്യാണം എന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും ഈ മുഹൂർത്തം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് അവിടെ കൃത്യസമയത്തെല്ലാം എത്തണം. ഈ ഹെവി മേക്കപ്പ് ഒന്നുമില്ല. ലിപ്സ്റ്റിക്, ഐലൈനർ, സൺസ്ക്രീൻ, ഇത് മൂന്നുമാണ് എൻ്റെ മേക്കപ്പ് ഐറ്റംസ്. ഇത് മൂന്ന് ഇട്ട് കഴിയുമ്പോഴത്തേക്കും എനിക്ക് അവരുടെ വല്ലാത്ത കോൺഫിഡൻസ് കിട്ടും. പിന്നെ കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ട് അപ്പം തന്നെ അങ്ങ് റെഡിയായി. അവിടെ മിററിൻ്റെ മുമ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഉന്തും തള്ളും ബഹളുമായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ എൻ്റെ ഫോണിലാണ് നിന്ന് റെഡി ആയിക്കൊണ്ടിരുന്നത്. എല്ലാവരുടെ മെഹന്തിയിൽ അത്യാവശ്യം കളർ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എനിക്ക് അത്ര കളർ വന്നിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഞാൻ ലേറ്റായിട്ട് വരച്ചുകൊണ്ടായിരിക്കും. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരുമായിരിക്കും. ഇനി കുറച്ച് നേരം ഫാഷൻ ഷോ കാണാം. ശാന്തി, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? ഗീത റെഡിയാവുക, അങ്ങോട്ട് ചെല്ലേ. കല്യാണമൊക്കെ ശുഭമുഹൂർത്തത്തിൽ തന്നെ വടക്കുന്നാഥ ക്ഷേത്രത്തിന് മുന്നേ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റ് ചടങ്ങുകളും എല്ലാം കഴിഞ്ഞു. നമ്മളിവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഒരു ഹാപ്പി മാരീഡ് ലൈഫ് വിഷ് ചെയ്യുന്നു. പിന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസ് ഭയങ്കര രസമായിരുന്നു കേട്ടോ, ഈ ഒരു സ്ഥലമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെല്ലാവരുമായിട്ട് കുറച്ച് ഗ്രൂപ്പ് പിക്സ് ഒക്കെ എടുത്തു. ഇതാണ് തൃശ്ശൂർ റൗണ്ട് കേട്ടോ. തൃശ്ശൂർ റൗണ്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി നമ്മൾ തിരിച്ച് ഹോട്ടലിൽ ചെന്ന് നല്ലൊരു സദ്യയൊക്കെ കഴിച്ചു. സദ്യ പോലെ ബോളിയൊന്നും ഇവിടെ കിട്ടില്ലായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഓരോ സ്ഥലത്തെയും ഓരോ രീതികളാണല്ലോ. തീരെ സമയമില്ലായിരുന്നു. ഞാൻ ട്രെയിനിലുള്ള സമയമായിട്ടുണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ ട്രെയിൻ കയറി. എല്ലാവരും കല്യാണം കൂടി സദ്യ കഴിച്ചതിൻ്റെ ഒക്കെ ഒരു ക്ഷീണത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ട്രെയിനിലൊക്കെ കയറി ഒന്ന് സെറ്റായതിനു ശേഷം വീണ്ടും യൂനോ കളിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ കല്യാണ വ്ലോഗ് അവസാനിച്ചിരിക്കുകയാണ്. ടാറ്റാ ബൈ ബൈ.